ഹലോ ഹായ് നമസ്കാരം. നോളജ് വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന +2 ഫിസിക്സിലെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണോ ഉള്ളത്, അതിനെ നമുക്ക് എങ്ങനെയാണ് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഓൺ ദി ബേസ് ഓഫ് കണ്ടക്ടിവിറ്റി, ഫസ്റ്റ് വീഡിയോയിലും ഓൺ ദി ബേസിസ് ഓഫ് ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് എനർജി അനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ സെക്കൻഡ് വീഡിയോയിലും പറഞ്ഞു. ഇത് നമ്മുടെ തേർഡ് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതായത് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും, രണ്ട് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ഒരു വൺ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതായത് അതിൻ്റെ അകത്തേക്ക് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ സിലിക്കൺ, ജെർമേനിയം ഒക്കെയാണ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് സിലിക്കൺ, പ്യുവർ ഫോം ഓഫ് സിലിക്കൺ, പ്യുവർ ഫോം ഓഫ് ജെർമേനിയം, അതൊക്കെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ വരിക. അതുപോലെ തന്നെ അടുത്തൊരു ടൈപ്പാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അതായത് ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് പൊതുവെ കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പൊ അവരുടെ കണ്ടക്ടിവിറ്റി കൂടിയ ആൾക്കാരെ വേണം നമുക്ക് കമ്പോണൻസ് ഒക്കെ ആയിട്ട് നമ്മൾ സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. കണ്ടക്ടിവിറ്റി കൂടിയ ആൾക്കാരാണ്. അപ്പൊ അത് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിലേക്ക് ഏതെങ്കിലും ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് ഇൻട്രിൻസിക് എന്താ, എക്സ്ട്രിൻസിക് എന്താന്ന് പറയാം. അപ്പൊ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം ആണ്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നിട്ട് കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് എക്സ്ട്രിൻസിക്. നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് അവരുടെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടർ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മളൊരു ക്രിസ്റ്റൽ, ഏതെങ്കിലും ഒരു ആറ്റ് എടുക്കണം, അതായത് ഒരു സെമി കണ്ടക്ടർ എടുക്കാമെന്ന് വിചാരിക്കാം. എന്താണ് ഇതിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് നമ്മൾക്ക് ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ പറ്റുക, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്ക്രീനിൽ നമ്മളൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിന്റെയാണ്? Schematic two-dimensional representation of silicon or germanium structure showing covalent bonds at low temperature. Low temperature കോവാലന്റ് ബോണ്ട് കാണിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഇങ്ങനെയാണ്. സിലിക്കൺ നമ്മൾ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ പറയുന്നത് ഏത് ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്? 14th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. ശരിയല്ലേ? 14th ഗ്രൂപ്പിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് നമ്പർ അനുസരിച്ച് അവരുടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഓർബിറ്റിൽ, അതായത് വാലൻസ് ഓർബിറ്റിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിരിക്കും? 4 ആണെങ്കിൽ അത് 14th ഗ്രൂപ്പ് ആയിരിക്കും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള ആറ്റംസിന്റെ വാലൻസി അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ 4 ഇലക്ട്രോൺസ് ആണ് ഈ ആറ്റങ്ങളുടെ എല്ലാം വാലൻസ് ഷെല്ലിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഒക്ടഡ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെ? അപ്പോഴേ അത് സ്റ്റേബിൾ ആവുള്ളൂ. ഒക്ടഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഒന്ന് വരച്ചനുസരിച്ച്, ഇപ്പൊ സിലിക്കൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോ സിലിക്കൺ ആറ്റാണ്, സിലിക്കൺ ന്യൂക്ലിയസ്. ഇതിന് ചുറ്റും, അതായത് ഇത് ന്യൂക്ലിയസ് ആണ്, ഇതിന് ചുറ്റും എത്രയുണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. 4 വാലൻസ് ഷെല്ലിൽ മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ കേട്ടോ. വാലൻസ് ഷെല്ലിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ, മറ്റേ ഷെല്ലിൽ വരച്ചിട്ടില്ല. അപ്പൊ 4 ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും, ഇത് നമ്മുടെ വാലൻസ് ഷെല്ലാന്ന് വിചാരിക്കുക. ഇതിൽ 4 ഇലക്ട്രോൺസ് വെച്ച്, ഈച്ച് ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ ഇത് ഒരു സിലിക്കൺ ആറ്റത്തിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒക്ടഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റത്തിലെ 4 ഇലക്ട്രോൺസുമായിട്ട് ഇത് എന്ത് ചെയ്യും? പെയറിംഗിൽ ഏർപ്പെടും, അല്ലെ? ഇലക്ട്രോൺസിനെ അവർ ഷെയർ ചെയ്യും. ഇപ്പോൾ തൊട്ടടുത്ത ഒരു സിലിക്കൺ ആറ്റം ഉണ്ട്. ആ സിലിക്കൺ ആറ്റത്തിന് ഇതുപോലെ തന്നെ എത്രയുണ്ടാവും? ഇതുപോലെ തന്നെ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. കണ്ടോ? അത് അതുമായിട്ട് എന്ത് ചെയ്യും? ഷെയറിംഗിൽ ഏർപ്പെടും. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടാവും എന്ത്? ഒരു സിലിക്കൺ ആറ്റം. അതെന്ത് ചെയ്യും? ഇതുമായിട്ട് എന്തിലേർപ്പെടും? ഷെയറിംഗിൽ ഏർപ്പെടും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു സിലിക്കൺ ആറ്റം ഉണ്ടാവും. അതും എന്ത് ചെയ്യും? ഈ സിലിക്കൺ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യും? ഷെയറിംഗിൽ ഏർപ്പെടും. കണ്ടോ? ഇത് ഈ സിലിക്കൺ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ആണ്. ഇത് എന്ന് പറയുന്നത് ഈ സിലിക്കൺ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ആണ്, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ആണ്. അതുപോലെ തൊട്ടിപ്പുറത്തും ഉണ്ടാവും ഒരു സിലിക്കൺ ആറ്റം. അതും എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഷെയറിംഗിൽ ഏർപ്പെടും. ഓക്കെ, അപ്പോ ഇവർ നോക്കി, ഈ സിലിക്കണിന്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 8 ആയി. ഒക്ടഡ് കംപ്ലീറ്റ് ആയി. ഇത് സ്റ്റേബിൾ ആണ്.
അപ്പോൾ ഇത് എന്ത് വഴിയാണ് ഷെയർ ചെയ്ത്, ഇവിടെ ഇലക്ട്രോൺസിനെ അവർ ഷെയർ ചെയ്ത്, ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ട് ഏതാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. അപ്പൊ ഇവര് ടൈറ്റ്ലി കോവാലന്റ് ബോണ്ട് വെച്ചിട്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്തിരിക്കാണ്, ബൈൻഡ് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പൊ ഇത് സാധാരണ 0 കെൽവിനിലെ കേസാണ്. അതായത് ടെമ്പറേച്ചർ 0 കെൽവിൻ ആവുമ്പോഴാണ് ഈ കേസ് വരാം. ഓക്കെ, അപ്പൊ സാധാരണ ഒരു സിലിക്കൺ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിന്റെ അകത്ത് എന്തില്ല, ഇപ്പോ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. കാരണം എല്ലാ ഇലക്ട്രോൺസും അതിന്റെ നെയ്ബറിംഗ് ആറ്റംസിന്റെ ഇലക്ട്രോൺസുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് അവർ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസിന്റെ കേസ് ഇവിടെ വരുന്നില്ല. എല്ലാ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസും എന്ത് ചെയ്തിരിക്കുകയാണ്, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തുമായിട്ട്, നെയ്ബറിംഗ് ആറ്റത്തിന്റെ ഇലക്ട്രോൺസുമായിട്ട് എന്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നിൽക്കുകയാണ്. ആ സ്ട്രക്ചർ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊരു നോക്കട്ടെ, ഇത് കണ്ടോ, ഇത് +4 ഇതിന്റെ ന്യൂക്ലിയസ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. കണ്ടോ, ഇതിന്റെ 4 ഇലക്ട്രോൺസ് ആണ്. ഇത് തൊട്ടടുത്തുള്ള ഇവിടെ വരുന്ന സിലിക്കൺ ആറ്റത്തിന്റെ 4 ഇലക്ട്രോൺസ് ആണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രോൺ അതുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഷെയറിംഗിൽ ഏർപ്പെട്ടു. അപ്പൊ അങ്ങനെ കോവാലന്റ് ബോണ്ടിൽ നിൽക്കണം. അപ്പോൾ ഇത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ വരച്ച സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വളരെ ലോ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ജനറലി ഇങ്ങനെ പറയാൻ പറ്റും 0 കെൽവിൻ ടെമ്പറേച്ചർ വരുമ്പോൾ ഉള്ള കേസാണ് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടണം, ഇതിന്റെ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ചാടിക്കണം. ശരിയല്ലേ, ഇവര് കോവാലന്റ്ലി ബോണ്ടിലാണ്, സ്ട്രോങ് ബോണ്ടാണ്. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനെ പുറത്തേക്ക് ചാടിക്കണം. അപ്പൊ അങ്ങനെ പുറത്തേക്ക് ചാടിച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇലക്ട്രോൺസിന് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടിയാലാണ് അവർക്ക് അതിൽ നിന്ന് ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ, അപ്പൊ അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഇലക്ട്രോൺസിന് കുറച്ച് എനർജി നമ്മൾ കൊടുക്കണം. അത് എനർജി നമ്മൾ കൊടുക്കുന്നത് തെർമൽ എനർജിയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ മെറ്റീരിയലിന് ഹീറ്റ് കൊടുക്കും, അല്ലെങ്കിൽ തെർമൽ എനർജി കൊടുക്കും. അതിനെ കുറച്ച് ടെമ്പറേച്ചർ അതിന്റെ റേസ് ചെയ്യും. ഇപ്പൊ 0 കെൽവിന്റെ മുകളിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽസിന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺസിന്, അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺസിന് ഈ എനർജി കിട്ടും. അതായത് തെർമൽ എനർജി കിട്ടും. നമ്മൾ കൊടുത്ത ടെമ്പറേച്ചർ കൂട്ടിയ അനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും, തെർമൽ എനർജി കിട്ടും. ഇനി തെർമൽ എനർജി കിട്ടിയാൽ ഇവർ വെറുതെ ഇരിക്കുമോ, ഇല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി അവർക്ക് കിട്ടി. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവരെങ്ങോട്ടേക്ക് വരും, ലാറ്റിസിലേക്ക് വരും. ആ ലാറ്റിസ് സ്പേസിലേക്ക് ഈ ഇലക്ട്രോൺസ് എത്തും. അപ്പോൾ അവരെന്തായി, ഫ്രീ ഇലക്ട്രോൺസ് ആയി. അപ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഇവിടെ നടന്നതെന്നാണ് പറയുന്നത്. ജനറലി ആദ്യത്തെ കേസിൽ ഇൻ ഇറ്റ്സ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എവരി സിലിക്കൺ ഓർ ജെർമേനിയം ആറ്റം ടെൻസ് ടു ഷെയർ വൺ ഓഫ് ഇറ്റ്സ് 4 വാലൻസ് ഇലക്ട്രോൺസ് വിത്ത് ഈച്ച് ഓഫ് ഇറ്റ്സ് നിയറസ്റ്റ് നെയ്ബർ ആറ്റംസ്. അല്ലെ, നിയറസ്റ്റ് നെയ്ബർ ആറ്റത്തിലെ ഇലക്ട്രോൺസ് ആയിട്ട് അവർ ഷെയറിംഗിൽ ഏർപ്പെട്ട് ബോണ്ട് ഫോം ചെയ്തു. ദീസ് ഷെയർഡ് ഇലക്ട്രോൺ പെയർസ് ആർ റെഫേർഡ് ടു ഫോമിംഗ് എ കോവാലന്റ് ബോണ്ട്. അവർ എന്ത് ബോണ്ട് ഫോം ചെയ്യുക, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക. The 2 shared electrons can be assumed to shuttle back and forth between the associated atom, holding them together strongly. അപ്പൊ ഇതെന്ത് ചെയ്യും, ഒരെണ്ണം കണ്ടോ, അതിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചപ്പോ, ഞാൻ വരച്ചതല്ല, ടെക്സ്റ്റിലെ സ്ട്രക്ചർ വരച്ചപ്പോ അതെങ്ങനെയാ, ഒരാള് ബാക്ക് ആൻഡ് ഫോർത്ത് അതല്ലോ, ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും ആയിട്ട് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, കണ്ടോ, ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലാണ്. എന്തിനാ, അതിനെ സ്ട്രോങ് ആയിട്ട് എങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കി, ഇത് നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ ഇല്ല, നോർമൽ ടെമ്പറേച്ചറിൽ കേസ്, അല്ലെങ്കിൽ 0 കെൽവിനിലെ കേസാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ടെമ്പറേച്ചർ അതിന്റെ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്, കൂട്ടാണെന്ന് വിചാരിക്കുക. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് മോർ തെർമൽ എനർജി ബിക്കം അവൈലബിൾ ടു ദീസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺസിന് എന്ത് കിട്ടും, കൂടുതൽ തെർമൽ എനർജി കിട്ടും. അപ്പൊ അവർക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ തന്നെ ബൈൻഡ് ചെയ്ത് നിർത്തണം നിർബന്ധമില്ല. അപ്പോൾ സം ഓഫ് ദീസ് ഇലക്ട്രോൺസ് മേ ബ്രേക്ക് അവേ. അവരെന്ത് ചെയ്യും, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബിക്കംസ് ഫ്രീ ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടിംഗ് കണ്ടക്ഷൻ. അതെന്ത് ചെയ്യും, ലാറ്റിസിലേക്ക് പോകും. Free electrons. The thermal energy effectively ionizes only a few atoms in the crystalline lattice and creates a vacancy in the bond. എന്ത് ചെയ്യും, ആ ക്രിസ്റ്റലൈൻ ലാറ്റിസിലേക്ക് അവര് ഒരു വേക്കൻസി അവിടെ ലീവ് ചെയ്തിട്ട് പുറത്തേക്ക് ചാടും. അതായത് അതിന്റെ ആ ബോണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലാറ്റിസിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോയി. അപ്പൊ അവിടെ അത് പോയപ്പോ അവിടെ ഒരു വേക്കൻസി ലീവ് ചെയ്തിട്ടാണ് അവരത് ആ ലാറ്റിസിലേക്ക് പോയത്. The neighborhood from which the free electrons has become out leaves a vacancy with the effective charge. This vacancy with the effective positive electronic charge is called a hole. അതായത് ഇപ്പൊ നമ്മൾ അത് അടുത്ത ഫിഗറിൽ നോക്കിയാലാണ് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ 0 കെൽവിനിലെ കേസിലാണ് നമ്മൾ പറഞ്ഞത്, ഇവര് കോവാലന്റ്ലി ബോണ്ടഡ് ഇലക്ട്രോൺസ് നെയ്ബർ ആറ്റംസിന്റെ ഇലക്ട്രോൺസുമായിട്ട് കോവാലന്റ്ലി ബോണ്ട് ഏർപ്പെട്ടിരിക്കുകയാണ്, കോവാലന്റ്ലി ബോണ്ടഡ് ആണ്.
ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് തെർമൽ എനർജി കിട്ടും. അപ്പോൾ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവര് ബോണ്ടിൽ ഏർപ്പെട്ടിരുന്ന ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അതായത് ബോണ്ട് ഇടിച്ചിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് ഉദ്ദേശിക്കുന്നത് ഈ ക്രിസ്റ്റലിന്റെ തന്നെ ലാറ്റിസിലേക്ക് വരും. അപ്പോൾ ഇവിടേക്ക് ആ സ്പേസിലേക്ക് അവർ വരുമ്പോൾ ആക്ച്വലി അവര് ഉണ്ടായിരുന്ന സ്പേസ് ലീവ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് പോയിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ ആണ്. അതായത് ഹീറ്റ് എനർജി കിട്ടി എല്ലാവരും പോകില്ല കേട്ടോ. അതായത് എല്ലാ ഇലക്ട്രോൺസും പുറത്തേക്ക് പോകില്ല. ചില ഇലക്ട്രോൺസ് സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും, തെർമൽ എനർജി കിട്ടിക്കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇതുപോലെ തന്നെ പുറത്തേക്ക് പോവും. ആ ഇലക്ട്രോൺസ് ഈ ലാറ്റിസിൽ മൂവ് ചെയ്യും. അപ്പൊ നോക്കിയേ, ഇവിടെ അത് ഒരു വേക്കൻസി ലീവ് ചെയ്തിട്ടാണ് അവർ ഇവിടുന്ന് പോകുന്നത്. ഈ വേക്കൻസിയുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം അവിടെ ഉണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരുന്നു, നെഗറ്റീവ് ചാർജ് ആയിരുന്നു. അപ്പൊ നെഗറ്റീവ് ചാർജ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചാർജ് ഉണ്ടാവുക, പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പൊ ആ വേക്കന്റ് ആയിട്ടുള്ള സ്പേസിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അത് മാത്രമല്ല, ആ വേക്കന്റ് ആയിട്ടുള്ള ആ സ്പേസിനെ അതിനെ നമ്മൾ ഒരു പേരും വിളിക്കും, അതാണ് ഹോൾ. ഇത് ഉണ്ടാക്കുന്ന കറണ്ടിനെ നമ്മൾ ഹോൾ കറണ്ട് എന്ന് പറയും. അതിനെ നമ്മൾ IH എന്ന് റെപ്രസെന്റ് ചെയ്യും, IH. അതുപോലെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴി ഉണ്ടാകുന്ന കറണ്ടിന് IE ഇലക്ട്രോൺ കറണ്ട് എന്നും പറയും. അപ്പോൾ ഇതിന്റെ അകത്ത് ഇപ്പൊ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് എന്തുണ്ടാക്കണം എന്നില്ല, കറണ്ട് ഉണ്ടാക്കില്ല. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തത്. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായി. ഫ്രീ ഇലക്ട്രോൺസ് ഇപ്പൊ ലാറ്റിസിലുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് മാത്രമല്ല, ഫ്രീ ഇലക്ട്രോൺസ് ലീവ് ചെയ്ത് പോയ വേക്കന്റ് ആയിട്ടുള്ള ആ സ്പേസ് അതിന് നമ്മൾ ഹോൾ എന്ന് വിളിച്ചു, ഹോൾസും ഉണ്ടായി. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസും ഉണ്ടായി, ഹോൾസും ഉണ്ടായി. ശരിയല്ലേ? ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടായി, ഹോൾസും ഉണ്ടായി. ഈ ഫ്രീ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഹോൾസിന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കൊടുക്കുക, വോൾട്ടേജ് അപ്ലൈ ചെയ്യാതെ ബാറ്ററി കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസും ഹോൾസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോ അവർക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും, കറണ്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഇലക്ട്രോൺസിന്റെ ഫ്ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കറണ്ട് എന്ന് വിളിക്കുക. ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോൺ കറണ്ട് ഉണ്ടാവും. ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹോൾ കറണ്ട് ഉണ്ടാവും. അപ്പോൾ രണ്ട് ടൈപ്പ് കറണ്ട് ഉണ്ടാവും, ഹോൾ കറണ്ടും ഇലക്ട്രോൺ കറണ്ട്. എങ്ങനെയാ ഉണ്ടായത്, നമ്മള് 0 കെൽവിനില് അവിടെ ഒന്നും നടക്കുന്നില്ല. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പർട്ടിക്കുലർ സഫീഷ്യന്റ് ആയിട്ടുള്ള തെർമൽ എനർജി കിട്ടിക്കഴിയുമ്പോൾ ഇവര് അതിന്റെ സ്പേസ് ബോണ്ട് വിടിയിച്ചിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ അവിടെ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോള്. അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഇവര് മൂവ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കറണ്ട് കിട്ടുക. ക്ലിയർ ആയോ? അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് മുമ്പ് പറയുന്നത്. അപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കി, ഇതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ നമ്മൾ ബാൻഡ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ബാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക, ഏത് മെറ്റീരിയൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക? പിന്നെ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? വെരി ഗുഡ്, ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ശരിയല്ലേ? ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത് ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് മുമ്പുള്ള കാര്യം. രണ്ടാമത്തെ ഇതിൽ പറയുന്നത് ടെമ്പറേച്ചർ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഫ്യൂ ആറ്റംസിന് ലാറ്റിസിന്ന് ആറ്റംസിന്റെ ഇലക്ട്രോൺസിന് പുറത്തേക്ക് പോകാൻ സാധിക്കും. കുറച്ച് ഇലക്ട്രോൺസ് ആണ് കേട്ടോ അവിടെ പോവുള്ളൂ. നമ്മൾ എല്ലാ ഇലക്ട്രോൺസിന്റെയും കാര്യം പറഞ്ഞില്ല. ചില ഇലക്ട്രോൺസ് മാത്രം എന്ത് ചെയ്യും, സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടിക്കഴിയുമ്പോൾ അവർ പുറത്തേക്ക് പോകും. ഇനി ദി നെയ്ബർഹുഡ് ഫ്രം വിച്ച് ഫ്രീ ഇലക്ട്രോൺ ഹാസ് കം ഔട്ട് ലീവ്സ് എ വേക്കൻസി. കണ്ടോ, ഒരു വേക്കൻസി ലീവ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് വരുന്നത് വിത്ത് ആൻ എഫക്റ്റീവ് ചാർജ്. അതിന്റെ ചാർജ് എന്താണ്, +Q ആണ് അല്ലെ, പോസിറ്റീവ് ചാർജ് ആണ്. ദിസ് വേക്കൻസി വിത്ത് എഫക്റ്റീവ് പോസിറ്റീവ് ഇലക്ട്രോൺ ചാർജ് ഈസ് കോൾഡ് ഹോൾ. ഈ വേക്കൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹോൾ. ഓക്കെ, ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് NE. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് NE. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് NE വെച്ചിട്ടാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ദ ഹോൾ നമ്പർ ഓഫ് ഹോൾസ് അല്ലെങ്കിൽ ഹോൾ കോൺസെൻട്രേഷൻ. അതായത് ഹോൾസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും സെയിം ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. NE is equal to NH which is equal to NI എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊരു പുതിയ ടേമാണ്. NI, N എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. അത് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ ഹോൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഹോൾസ്, അല്ലെങ്കിൽ NI എന്ന് പറയുന്നത് മൊത്തം അതിലുള്ള ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ആണ്. അതായത് അവിടുത്തെ മൊത്തം ചാർജിന്റെ കോൺസെൻട്രേഷൻ, അതിനാണ് ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ NI വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ശരിയല്ലേ? നോക്കി, ഇലക്ട്രോൺസിന്റെ നമ്മൾ നേരത്തെ എടുത്ത ഫിഗറിന്റെ അകത്ത് നോക്കിയാൽ നമുക്കറിയാം, ഇതിന്റെ അകത്ത് കണ്ടോ ഈ വേക്കന്റ് സ്പേസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഹോള് മൂവ് ചെയ്യുന്നു. ആക്ച്വലി ഹോൾ എന്ന് പറഞ്ഞ ഒരു വേക്കന്റ് സ്പേസ്, അത് ശരിക്കും മൂവ് ചെയ്യില്ല. റിയൽ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഹോൾസും ശരിക്കും മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഇലക്ട്രോൺസ് പുറത്തേക്ക് ജമ്പായി, അതായത് തെർമലി എക്സൈറ്റഡ് ഇലക്ട്രോൺ പുറത്തേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ട്. ഈ വേക്കന്റ് സ്പേസിലേക്ക് തൊട്ടടുത്തുള്ള, കണ്ടോ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഈ തൊട്ടടുത്തുള്ള, അതായത് ഇവിടത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടും. അതായത് ഇവിടത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടും. അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടുത്തെ ഇലക്ട്രോൺ അങ്ങോട്ട് ചെയ്യുക. അപ്പൊ അവിടെ എന്തായി? ഒരു വേക്കന്റ് ഹോൾ ഉണ്ടായി. അപ്പൊ ആക്ച്വലി ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്. ഇനി ഇതോടെ വെറുതെ നിൽക്കില്ല. ഈ തൊട്ടടുത്തുള്ള ഇലക്ട്രോൺ ഇവിടെ വേക്കന്റ് സ്പേസ് കാണുമ്പോൾ ഇത് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? അടുത്ത ഇതിലേക്ക് ജമ്പ് ചെയ്യും. അതുപോലെ ഇപ്പൊ ഇവിടെ വേക്കൻസി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് പോകുമ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഉണ്ടോ, ഇവിടെയായിരുന്നു ഹോള്, ഇപ്പൊ ഇവിടെ ഹോള്, പിന്നെ എവിടെ ഹോള്, ഇവിടെ ഹോള്, പിന്നെ ഇവിടെ ഹോള്. അപ്പൊ നമുക്ക് ആക്ച്വലി കാണുമ്പോൾ തോന്നുന്നത് ഹോൾസ് മൂവ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഹോൾ കറണ്ട് ഉണ്ടായെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്തുണ്ടാക്കും? ഇലക്ട്രോൺ കറണ്ടും ഉണ്ടാക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അകത്ത്. എന്താണ് ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് മുമ്പും ടെമ്പറേച്ചർ കൊടുത്തതിന് ശേഷം ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ വന്ന മാറ്റം എന്താണ്? അതുപോലെ തന്നെ അവിടെ രണ്ട് ചാർജ് കാരിയേഴ്സ് ആണ് ഉള്ളത്, ഇലക്ട്രോൺസും ഹോൾസും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ രണ്ടുപേരുടെയും എണ്ണം സെയിം ആയിരിക്കും. ഹോൾസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അവരെ നമ്മൾ ജനറൽ ആയിട്ട് പറയും ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ NI. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതിന്റെ അകത്ത് പറയുന്നത്. ഇനി അവസാനം കൊടുത്തേക്ക് നോക്കി കറണ്ടിന്റെ കേസും കൂടി പറഞ്ഞിട്ടുണ്ട്. അണ്ടർ ദ ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി അവിടെ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അവിടെ എന്ത് ഉണ്ടാവണം? നമുക്ക് വേണ്ടത് കറണ്ട് ആണ്. അപ്പൊ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കറണ്ട് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് കൊടുക്കും? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. അപ്പൊ അണ്ടർ ദ ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദീസ് ഹോൾസ് മൂവ് ടുവേഴ്സ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, അല്ലെ? നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാ പോവാ? ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്, അവർ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് റീജിയനിലേക്കും, അതായത് നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും. അതുപോലെ ഹോൾസ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ടെർമിനലിലേക്കും ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞേക്കാണ് ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദീസ് ഹോൾസ് മൂവ് ടുവേഴ്സ് നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യും, ഗിവിംഗ് ഹോൾ കറണ്ട് IH, അല്ലെ? ഹോള് മൂവ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് ഹോൾ കറണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് നമ്മൾ I എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ചാർജ് കാരിയേഴ്സ് ഉണ്ട്, രണ്ടുപേരും കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ കറണ്ട് എത്രയാന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കറണ്ട് ആഡ് ചെയ്യും. അതായത് ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്ന ഇലക്ട്രോൺ കറണ്ട് IE ആൻഡ് ഹോൾസ് ഉണ്ടാക്കുന്ന ഹോൾ കറണ്ട് IH. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ കറണ്ട് I കിട്ടും. ക്ലിയർ ആണോ?